സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സ്വീറ്റാണ് ഉണ്ടാക്കുന്നത്, ദീപാവലിയൊക്കെ അല്ലേ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, മക്കാന വെച്ചിട്ട് നിറയെ വിഭവങ്ങൾ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞതിൽ ഒരു മക്കാന വെച്ചിട്ട് തന്നെയുള്ള ഒരു സ്വീറ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പം അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് അത് നമുക്ക് ഫ്രിഡ്ജിൽ തണുപ്പിച്ചിട്ടും കഴിക്കാം, അല്ലാതെ കുക്ക് ചെയ്തതിന്റെ തണുപ്പോ ചൂടൊന്നും ആറി കഴിയുമ്പോഴും കഴിക്കാൻ പറ്റുന്ന, അതാണ് നമുക്ക് ഐസ്ക്രീം കൂട്ടിയിട്ടോ എന്ത് രീതിയിൽ വീട്ടിൽ കഴിക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പം വിദ്യാരംഭത്തിന്റെ വ്ലോഗ് ഞാൻ ഇട്ടപ്പോ അതിനകത്ത് വളരെ എന്റെ ഹൃദയത്തെ ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള കമന്റ്സ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ രണ്ടു മക്കളെയും നിങ്ങൾ ഒരുപോലെ സ്നേഹിക്കുന്നതിൽ എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷവും അഭിമാനവും ഉണ്ട് അതിനകത്ത്. അപ്പോൾ നിങ്ങൾ നമുക്ക് തരുന്ന ഓരോ സപ്പോർട്ടുണ്ട്. അത് നമ്മളുടെ ഈ വീഡിയോ ഇടുമ്പോൾ, പാലുവിന്റെ ഷോർട്സ് ഒക്കെ ഇടുമ്പോഴും നിങ്ങളെല്ലാവരും അവരെ കാണുകയും അവരെ പ്രോത്സാഹിപ്പിക്കുക. അതിനകത്തിടുന്ന കമന്റുകൾ, ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു മിനിറ്റ് മാറ്റി വെക്കാൻ സമയമില്ലാത്ത ഈ കാലഘട്ടത്തില് നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ മക്കളെ കുറിച്ചും എന്നെക്കുറിച്ചും എൻ്റെ കുടുംബത്തെക്കുറിച്ചും എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ചൊക്കെ നിങ്ങൾ നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള കമന്റുകളും അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഓരോ ദിവസവും നമുക്കതൊരു സന്തോഷം നൽകുന്ന നിമിഷങ്ങളാണ് എന്നെ സംബന്ധിച്ച്. അതുപോലെ തന്നെ വേറൊരു കാര്യം പറഞ്ഞത്, ടാറ്റുവിന്റെ ഇത് ഇട്ടപ്പോ ചേച്ചി ഇത് ചെയ്തപ്പോ വേദന ഉണ്ടായിരുന്നു, പക്ഷെ സഹിക്കാൻ പറ്റും. ഞാനിപ്പോ അതെല്ലാം കൂടെ പറയണത്, എനിക്ക് പല സമയത്തും വീഡിയോയ്ക്ക് കറക്റ്റ് കമന്റ് പറയാൻ എനിക്ക് സാധിക്കാറില്ല എന്നാണ്. നമ്മള് കുഞ്ഞിന്റെ പുറകെ ഓടുമ്പോൾ എനിക്കത് സാധിക്കണില്ല. അപ്പൊ നിങ്ങൾ ആരും വിചാരിക്കരുത് ഞാൻ മനഃപൂർവ്വം തരാത്തതാണ് എന്നുള്ളത്. അത് എന്റെ തിരക്കുകൾ എന്ന് പറയുന്നില്ല, കുഞ്ഞിന്റെ കൂടെ ഓടുമ്പോൾ അതിൻ്റെതായ കുറച്ച് പരിമിതികൾ എനിക്കുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ടാണ്. അപ്പം നമ്മുടെ വിദ്യാരംഭത്തിന്റെ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ തന്ന എല്ലാ സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി സന്തോഷം ഉണ്ട്. നിങ്ങളോട് എനിക്ക് നന്ദി പറയുന്നില്ല. നമ്മളുടെ കുടുംബത്തിലുള്ളവരോട് നമ്മൾ ഒരിക്കലും നന്ദി പറയണ ശരിയല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ തരുന്ന എല്ലാ സ്നേഹത്തിനും എന്നും നന്ദിയുണ്ട് എന്ന് പറയുന്നേക്കാളും ഇഷ്ടം എനിക്ക് സന്തോഷമുണ്ട് എന്ന് പറയാനാണ്. അപ്പോൾ നമുക്കിന്ന് ഒത്തിരി പറഞ്ഞ് ഇങ്ങനെ പോകണ്ട, നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി കാണാം. നമുക്ക് ചെയ്ത് തുടങ്ങാമേ. അപ്പോൾ കടായി അടുപ്പത്ത് വെച്ചു, ഗ്യാസ് കത്തിച്ചു. ഇനി ആദ്യം നമുക്ക് ഇതിലേക്ക് 2 സ്പൂൺ ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ 2 സ്പൂൺ നെയ്യ് ഒഴിക്കാം. ജലാംശം ഒന്ന് പോട്ടെ. പിന്നെ ഇതിനകത്ത് നമുക്കൊരു 2 സ്പൂൺ നെയ്യ് ഒഴിക്കാവേ. അതൊക്കെ നെയ്യൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ, കുഞ്ഞുങ്ങൾക്കാണോ വലിയവർക്കാണോ വിചാരിച്ചിട്ട് ഒഴിക്കുക. അപ്പോൾ ഈ നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു കൈപ്പിടി ബദാം ഇട്ട് കൊടുക്കുക. ബദാം ഒന്ന് ചൂടായി അതിൻ്റെ പച്ച ഇതൊന്ന് പോയാൽ നമുക്ക് പൊടിക്കേണ്ടതാണ്. ഇതൊന്ന് ഭയങ്കര കോരിയെടുക്കാം. ഇതിന് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഇനി ഓയിലൊന്നും നെയ്യ് ഒഴിക്കണ്ട. ഇതിനകത്തൊന്നും നമുക്ക് മക്കാനെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ആ നെയ്യിൽ ഇതൊന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇതിൽ നിന്ന് നമ്മൾ പകുതി എടുത്ത് നമ്മൾ വറുത്ത് വെച്ചിരുന്ന ബദാമിൻ്റെ കൂടെ പൊടിക്കണം. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അത് കണ്ട ഇങ്ങനെ പൊടിഞ്ഞ് വന്നണ്ട. ഇപ്പോൾ ഇത് ഇത് നമുക്ക് ഇതിൽ നിന്ന് പകുതി മാറ്റാം. പകുതി ഇതിലേക്ക് ഇട്ടു. ഇത് നമുക്ക് സിമ്മിലിടാം. അപ്പൊ പകുതി നമ്മൾ ഇതിൽ നിന്ന് മാറ്റി വെച്ചു. ഇത് നമുക്ക് പൊടിക്കണം. അപ്പൊ ഇത് പകുതി ഇതിനകത്തുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം. തിളപ്പിച്ചാറിയ പാലോ തിളപ്പിക്കാത്ത പാലോ ഏത് വേണേൽ ചേർക്കാം, അത് നമ്മുടെ ഇഷ്ടമാണ്.
ഇതിനകത്ത് ഇനി വേഗണം സോഫ്റ്റായി വന്ന് ഇതാവും. പാല് നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഒന്നും കൂടെ നന്നായിട്ട് കുറുകട്ടെ. അപ്പൊ ഈ സമയം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം. ഇത് പഞ്ചസാര പൊടിച്ചതുകൊണ്ട് മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ കേട്ടോ. അപ്പൊ പഞ്ചസാര ഇതും കൂടെ കിടന്ന് ഇതിനകത്ത് ഇതിന്റെയൊക്കെ മക്കാനയിലൊക്കെ ഇതിന്റെ ടേസ്റ്റ് പിടിക്കുമല്ലോ മധുരം. അപ്പൊ ഒന്ന് നന്നായിട്ട് തിളച്ച് കുറുകട്ടെ. ഇങ്ങനെ കൈ അടക്കാതെ ഇങ്ങനെ ഇതാക്കി കൊടുത്താൽ മതിയേ. നമുക്ക് ഈ ഇത് തിളക്കട്ടെ, തിളച്ച് കുറുകട്ടെ. അപ്പൊ നമുക്ക് ഈ മക്കാനും ഈ ബദാമും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിക്കാൻ പോവാണ്. അപ്പൊ നമുക്കിങ്ങനെ പൾസിലിട്ട് പൾസിലിട്ട് നമ്മൾ അരക്കിനേക്കാൾ നല്ല പൾസിലിട്ട് ആക്കണം. നമുക്ക് നോക്കാം പൊടിഞ്ഞിട്ടുണ്ടോ. അപ്പൊ ജസ്റ്റ് ഒന്നും കൂടെ പൊടിയണം. അപ്പൊ നമുക്ക് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ നമുക്ക് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പാലെല്ല കുറുകി ഇതിനോട് യോജിച്ചിട്ടുണ്ട്. ഈ സമയം നമ്മൾ പൊടിച്ചു വെച്ചേക്കണ നമ്മുടെ മക്കാനും ബദാമും ഇല്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് കട്ട കെട്ടാതെ ഇനി നമ്മൾ കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കണം. ഉണ്ടാവും. ഇപ്പൊ മക്കാനും ബദാമും പൊടിച്ചതെല്ലാം ഇതിനകത്ത് ചേർത്ത് ഇനി ഇത് നന്നായിട്ട് നമുക്ക് എന്തോരം ലൂസിൽ വേണോ അതനുസരിച്ച് നമുക്കിത് ഇങ്ങനെ കൈയെടുക്കാതെ ഇളക്കി ഇളക്കി ഇതെല്ലാം തമ്മിൽ യോജിപ്പിക്കണം. ഈ സമയം വേണേൽ സിമ്മിലിടാം കേട്ടോ അടുപ്പ്. അപ്പൊ ഇത് നന്നായിട്ട് കണ്ടോ, നല്ല കുറുകി നല്ല തിക്കായിട്ട് വന്നു. ഇനി ആറുമ്പോൾ കുറച്ചും കൂടെ തിക്കാവും. അപ്പൊ നമ്മൾ ആ മക്കാന പൊടിച്ചതും ബദാം നെയ്യിൽ വറുത്തതും മക്കാന നെയ്യിൽ ഒന്ന് റോസ്റ്റ് ചെയ്തും കൂടെ പൊടിച്ചപ്പോഴാണ് അതും കൂടെ ചേർത്തപ്പോൾ നല്ല കണ്ടോ, നല്ല ക്രീമി റെസ്റ്ററിൽ കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് ഫിനിഷായി. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടിച്ചതും ചേർക്കണം. എന്നിട്ട് സെർവ് ചെയ്യണ ആ ഒന്ന് ചൂട് മാറി കഴിയുമ്പോൾ നമ്മൾ പിസ്ത ഇങ്ങനെ ഇങ്ങനെ കത്തി വെച്ച് അരിഞ്ഞതുണ്ട്, അപ്പൊ അതും കൂടെ ചേർക്കുക. ഇത് നമുക്ക് ചൂടാറി കഴിഞ്ഞിട്ട് കഴിക്കാം. ഇനി ഫ്രിഡ്ജ് വെച്ച് ഇത് സെറ്റ് ചെയ്തിട്ട് വേണേൽ കഴിക്കാം. ഇത് നമ്മള് തണുത്തെല്ലാം കഴിയുമ്പോൾ ഇതിന്റെ കൂടെ ഐസ്ക്രീം വെച്ചിട്ട് ഐസ്ക്രീമും ഇതും കൂടെ വെച്ചിട്ട് കഴിക്കാം. നമ്മുടെ എന്താ പറയാ, ഇതൊക്കെ ഇല്ലേ, എനിക്കിതിനോട് കൂടുതൽ ഇഷ്ടമായിട്ട് ചേരണമെന്ന് തോന്നുന്നത് ചോക്ലേറ്റ് ഐസ്ക്രീം നല്ലതായിരിക്കും. വാനില അത്രയും പോരൂല. ചോക്ലേറ്റിന്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ ചോക്ലേറ്റിന്റെ ഐസ്ക്രീം ഒക്കെ കൂട്ടി കഴിക്കാൻ അങ്ങനെയാണ്. അപ്പൊ ഇതൊന്ന് ചൂടാറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ പിസ്റ്റയും കൂടെ ഇതിന്റെ മേളിലേക്ക് സെർവ് വിതറി കഴിഞ്ഞാൽ ഫിനിഷായി. അപ്പൊ ഇത് ഏത് രീതിയിലാണ് നമ്മൾ കഴിക്കേണ്ടതെന്നുള്ളത് അത് നമ്മുടെ ഓപ്ഷനാണ്. തണുപ്പിച്ചിട്ട് കഴിക്കണോ, വേറെ നോർമൽ തണുത്ത് കഴിയുമ്പോൾ കഴിക്കണോ, ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തിട്ട് കഴിക്കണോ എന്നൊക്കെ ഉള്ളത്. ഇത് നമ്മൾ ഇതൊന്ന് തണുക്കട്ടെ. തണുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണതിന് മുമ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ പാലു വന്നിരിക്കുകയാണ്. പാലു അവിടെ കൂടെ ഫുഡൊക്കെ കഴിച്ചടക്കായിരുന്നു. അപ്പൊ നമ്മളിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മൂഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോ ദാഹിക്കണത് പോലെ വെള്ളം കുടിക്കുക. അപ്പൊ നമുക്കിത് ഈ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം, സെർവിങ് ബൗളിലേക്ക് മാറ്റാം. പാലൂടെ ഇരിക്കുന്ന കാരണം എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. നമ്മുടെ ഇത്
സെർവിങ് ബൗളിലേക്ക് മാറ്റി. തണുത്തതാണിത്, ചൂടൊക്കെ മാറി തണുത്തതാണ്. ആ, ഇത് നിങ്ങൾ ചോക്ലേറ്റ് ഐസ്ക്രീമിന്റെ കൂടെ കഴിക്കാൻ നല്ല ഇതായിരിക്കും കേട്ടോ. അപ്പൊ ഇനി ഇത് നമ്മൾ സെർവിങ് ബൗളിലേക്ക് മാറ്റി ഒന്ന് നമ്മളിത് ഗാർണിഷ് ചെയ്തു. ആ സാരില്ല, ഇതെവിടെ പാല് ഇട്ടതിനകത്ത് ഇതിന്റെ മേലെ ഇതൊരു കൈ ഉണ്ട്, വലത് കൈ പതുക്കെ ഇതിന്റെ മേലെ അമ്മ ഇടുന്ന പോലെ. ഇതിന്റെ മേലെ ഇങ്ങനെ വേദർണ പോലെ വലു. ആ, പലുവിനെല്ലാം അറിയല്ലേ? അത് മതി, അത് മതി. അപ്പൊ നമ്മുടെ സ്വാദിഷ്ടമായ നമ്മുടെ ഡെസേർട്ട് എന്ന് എന്ത് വേണോ വിളിക്കാം, ഇതിന് എന്ത് പേര് വേണോ നിങ്ങൾ വിളിച്ചോ. അപ്പൊ ഇത് നമ്മൾക്ക് ഇനി ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്യാം. അതിനു മുമ്പ് നമുക്കിത് പാലൂന് ഇത് ഇഷ്ടപ്പെട്ടോ എന്ന് പാലൂന് നോക്കാം. എന്നാ പറഞ്ഞു? ആ, അത് മൂഡിനെ ഞാൻ പറഞ്ഞല്ലോ, മൂഡിനെ ആശ്രയിച്ചിരിക്കും അവള് കഴിക്കുന്നത്. അപ്പൊ ഞാൻ കഴിച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ ഉണ്ടാക്കിക്കൊണ്ടല്ല പറഞ്ഞു, ഞാനും ഇത് ആദ്യമായിട്ടാണ് കഴിക്കണേ. പക്ഷെ നല്ല രുചിയുണ്ട്. നല്ല ഒരു നമ്മള് സാധാരണ കഴിച്ചിട്ടുള്ള ഒരു ഇതിനകത്തില്ലാത്തൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. നമ്മള് എല്ലാവർക്കും ഹാപ്പി ദീപാവലി. അപ്പൊ ദീപാവലി ആയിട്ട് നിങ്ങൾക്ക് ഒരു സ്വീറ്റ് തരണമെന്ന് വിചാരിച്ച് എന്തെങ്കിലും വ്യത്യസ്തമായിട്ടിട്ട് അപ്പൊ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കേൾക്കാൻ നമ്മള് പായസം ഉണ്ടാക്കി കൊടുക്കണ പോലെ തന്നെ ഇതുപോലെ മക്കാനയാകുമ്പോ അതിനകത്ത് നിറയെ പ്രോട്ടീൻസും എല്ലാ കാൽസ്യവും ഒക്കെ നിറയുണ്ട്. അപ്പൊ ഇത് മക്കാനയൊക്കെ നേരിട്ട് കൊടുത്താൽ കഴിക്കില്ല കുഞ്ഞുങ്ങൾക്ക്, അറിയില്ല അവർക്ക് ഇതിനെ പറ്റിയിട്ട്. അപ്പൊ നമ്മുടെ മക്കൾക്കൊക്കെ സ്നേഹത്തോടെ സ്കൂൾ വിട്ടൊക്കെ വരുമ്പോ അവർക്ക് സന്തോഷത്തോടെ അമ്മമാർക്ക് കൊടുക്കാനൊക്കെ പറ്റുന്നൊരു വിഭവമാണ്. അപ്പൊ അതിന് ഡാൻസ് പഠിക്കണുണ്ടോ? ഇല്ലേ? ഏതാ പഠിക്കണേ? മോഹിനിയായിട്ടാണോ? അല്ലേ, പഠിക്കുന്നില്ല? ഇല്ല. അപ്പൊ അതിന്റെ സ്കൂളിൽ സെലിബ്രേഷൻ ഉണ്ടായിരുന്നോ? ആ, നല്ലായിരുന്നോ? ഇഷ്ടപ്പെട്ടോ? ഓക്കെ ഓക്കെ, താങ്ക് യു. പ്ലേയിസോട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. താങ്ക് യു.